എല്ലാവർക്കും പ്രേമ സ്വീറ്റ് മെസ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് നാടൻ രുചിയിലുള്ള ഒരു കറിയാണ് തയ്യാറാക്കുന്നത്. ചെറുപയറും മത്തനും കൊണ്ടാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ചെറുപയർ നന്നായിട്ട് കഴുകി 5 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ളതാണ്. കുതിർത്തെടുത്ത ചെറുപയർ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് മാറ്റി ഞാൻ മുളപ്പിച്ചെടുത്തിട്ടുണ്ട്. ആ ചെറുപയറാണ് ഇത്. ഇനി ഇതിലേക്ക് മത്തനാണ് ചേർക്കുന്നത്. ഈ മത്തൻ ബോർലിക്ക് മത്തൻ ഇതിൻ്റെ പകുതി പോർഷനാണ് എടുക്കുന്നത്. ഇനി ചെറുപയർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മത്തൻ തൊലി കളഞ്ഞ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു അളവിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. ഇനി ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കണം. ചെറുതായി കട്ട് ചെയ്തെടുത്ത ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 10 ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ഗ്ലാസ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. വെള്ളം അധികം വേണ്ട ആവശ്യമില്ല. മത്തൻ ചൂടാവുന്ന സമയത്ത് തന്നെ അതിലുള്ള വെള്ളം ഒന്ന് ഇറങ്ങി വരും. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് വേവിപ്പിച്ചിട്ട് എടുക്കാം. അപ്പോഴേക്കും മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചിരകി വെച്ച തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 4 ചെറിയ ഉള്ളിയും കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് മൂടി വെച്ചിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിതിപ്പോൾ ഒരു ചോറിന് സൈഡ് കറിയായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് പൊടിച്ചെടുത്തത്. നിങ്ങൾക്ക് ഒഴിച്ച് കറിയായിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. ഇതിപ്പോൾ വിസിൽ വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി ഇത് നന്നായിട്ടൊന്ന് തണിഞ്ഞതിന് ശേഷം മാത്രം ലിഡ് ഓപ്പൺ ചെയ്യുക. ഞാനിതിപ്പോൾ ലിഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോഴും മത്തനും ചെറുപയറൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഞാനിതിപ്പോൾ സൈഡ് കറിയായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് വെള്ളം കുറച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് അധികം ലൂസ് വേണ്ടാത്തത് കൊണ്ട് നിങ്ങൾ കറിയായിട്ട് യൂസ് ചെയ്യുന്നതാണെങ്കിൽ വെള്ളം കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തിട്ട് വേവിപ്പിച്ചെടുത്താൽ മതി. എന്നിട്ട് തേങ്ങയിൽ കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് ലൂസാക്കിയിട്ടുള്ള ഒഴിച്ച് കറി തയ്യാറാക്കാം. ഇതിപ്പോൾ ഇങ്ങനെ തയ്യാറാക്കിയാൽ ചോറിന് സൈഡ് കറിയായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും നമുക്കിത് ഉപയോഗിക്കാനും പറ്റും. ഒരു കറി കൊണ്ട് തന്നെ 3 നേരവും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ല ഹെൽത്തിയുമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. ചെറുപയർ മുളപ്പിച്ചിട്ടാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് കുതിർന്ന് വന്ന ചെറുപയറാകുമ്പോൾ കുറച്ച് സമയം വെള്ളം ഒന്ന് മാറ്റിയിട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മുളച്ച് കിട്ടുകയും ചെയ്യും. മുളച്ചാൽ അത് നന്നായിട്ട് ഒന്നുകൂടി ഗുണം കൂടുതലാണ്. എല്ലാവരും ഇങ്ങനെ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയപ്പോൾ ഞാനിതിൽ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു സൈഡ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും പിന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് കുറച്ച് കായപ്പൊടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് കറി റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.